നിങ്ങൾ ഇതിനു മുമ്പ് KYC അല്ലെങ്കിൽ നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്ത ആളാണോ? നിങ്ങളുടെ പാൻ നമ്പർ ഏത് വെബ്സൈറ്റിൽ അടിച്ചു കൊടുത്താലാണ് നിങ്ങൾ KYC നിങ്ങളുടെ എക്സാക്ട് സ്റ്റേറ്റസ് അറിയാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും KYCനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസുമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന ഈ കംപ്ലീറ്റ് കോഴ്സ് ഓൺ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചുള്ള A to Z ഉള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഈ കോഴ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇത് നമ്മുടെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ടോപ്പ് സൈഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അതിൽ നമ്മൾ സംസാരിച്ചത് പാർട്ടിസിപ്പൻസ് ഇൻ മ്യൂച്വൽ ഫണ്ടിൽ ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് എന്നെ കുറിച്ചാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആദ്യം അത് കണ്ടിട്ട് ഇങ്ങോട്ട് വരിക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി എഫേർട്ട് ഇട്ട് ഉണ്ടാക്കുന്ന ഒരു കോഴ്സാണ്. അതിനകത്തുള്ള കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു തന്നെ വരണം. അത് ഈ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്നാണ് ആ പ്ലേലിസ്റ്റിന്റെ പേര്. അപ്പോൾ അത് കണ്ടിട്ട് മാത്രം നിങ്ങൾ ഈ സെക്കൻഡ് എപ്പിസോഡ് കാണുക. ഇനി ഈ പറയുന്ന എല്ലാ എപ്പിസോഡ്സും ഇച്ചിരി ലെങ്തി ആയിരിക്കും ടൈമിൽ. അപ്പോൾ എക്സാക്ട്ലി ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ളവർക്കുള്ള വേണ്ടി മാത്രം ഒരു കോഴ്സാണ്. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ വേണം. എനിക്കറിയാം 2-3 മിനിറ്റും ഒക്കെ എടുത്ത് വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ KYC മ്യൂച്വൽ ഫണ്ട് എന്നൊരു കമൻറ്റ് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എല്ലാതും ഒരു PDF ഡോക്യുമെൻറ്റിലാക്കിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതായിരിക്കും. അപ്പോൾ KYC മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ താഴെ കമൻറ്റ് ഇടുക. ഞാൻ ഈ കോഴ്സിലൂടെ പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൈഫ് ലോങ് എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. സെൽഫ് എക്യുപ്ഡ് ആവുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ടിൽ ദി എൻഡ് കാണണം. അതല്ലാതെ നിങ്ങൾ ആദ്യത്തെ തവണയാണ് എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിനകത്തുള്ള കണ്ടന്റ് എന്തായാലും നോക്കണം. നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. നിങ്ങൾ ആ ലൈക്ക് ബട്ടണും പ്രസ് ചെയ്യണം. അത് നമുക്ക് കുറേ എനർജി തരും. കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി നല്ല കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊരു ഊർജ്ജം നമുക്ക് ആ ലൈക്കിലൂടെ നമുക്ക് തരും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എനിക്കറിയാം യൂട്യൂബിൽ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് കുറേ നല്ല വീഡിയോസ് ഓൾറെഡി ഉണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ നല്ല വീഡിയോസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ആ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് അവിടെ ഇവിടെയും കിടക്കുന്ന ഇൻഫർമേഷൻ നമ്മൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു ബേസിക് തുടങ്ങി അങ്ങേ അറ്റം വരെ വളരെ നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്തായിരിക്കും നിങ്ങളുടെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറഞ്ഞ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്. രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾ വെറുതെ സിംപ്ലി രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കമൻറ്റ് നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കകത്ത് രജിസ്റ്റർ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്താലും മതി. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് KYCനെ കുറിച്ചാണ്. എന്താണ് KYC എന്നുള്ളതിനെ കുറിച്ചാണ്. നോ യുവർ കസ്റ്റമർ എന്നാണ് KYCയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. നമ്മൾ ആരാണ്? ആസ് എൻ ഇൻവെസ്റ്റർ നമ്മൾ ആരാണ്? നമ്മുടെ ഇൻകം എന്താണ്? നമ്മുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ അഡ്രസ് എവിടെയാണ്? നമ്മുടെ NRI ആണോ, റെസിഡന്റ് ആണോ, ഒരു കമ്പനിയാണോ എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്ത് ഗവൺമെന്റിന്റെ ഒരു സെൻട്രൽ സിസ്റ്റത്തിനകത്ത് ഫീഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് KYC എന്ന് പറയുന്നത്. 2002 വന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരമാണ് KYC എന്ന് പറയുന്ന നോം സെക്യൂരിറ്റി മാർക്കറ്റിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ആക്കാൻ അവർ തീരുമാനിച്ചത്. അതിന് തൊട്ട് മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറേ കാര്യങ്ങൾ നമുക്കറിയാം. ക്യാഷ് ആയിട്ടും അതല്ലാതെ ബിനാമി ആയിട്ടും ഒക്കെ ഒത്തിരി മ്യൂച്വൽ ഫണ്ട്സും ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് വന്ന് കുറേ പ്രശ്നങ്ങളും സ്കാംസും ഇൻഡസ്ട്രിയിൽ നടന്നായിരുന്നു. അതിനെ തുടർന്നായിരുന്നു KYC 2002 ഇംപ്ലിമെന്റ് ആയിരിക്കുന്നത്. 2008 തുടങ്ങി കുറേ ചേഞ്ചസ് KYCയിൽ വന്നെങ്കിൽ തന്നെ 2008 തുടങ്ങി നമുക്കറിയാം 50,000 രൂപ 50,000 റുപ്പീസ് വരെ നമുക്ക് പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യാതെ, അതായത് KYC ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും 50,000 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഈവൻ 500 റുപ്പീസ് വരെ ചെയ്യണമെങ്കിൽ, ഏറ്റവും മിനിമം 100 റുപ്പീസ് വരെ മ്യൂച്വൽ ഫണ്ട് പോലത്തെ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യം KYC ആണ്. നമ്മുടെ ഓക്യുപ്പേഷൻ ഡീറ്റെയിൽസ്, നമ്മുടെ ഗ്രോസ് ഇൻകം, നമ്മുടെ അഡ്രസ്സ്, നമ്മുടെ ഫോട്ടോ, നമ്മൾ പൊളിറ്റിക്കലി എക്സ്പോസ്ഡ് പേഴ്സൺ ആണോ, നമ്മൾ NRI ആണോ, ഇൻഡിവിജ്വൽ ആണോ, നമ്മുടെ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾ എന്ത് കാറ്റഗറി ഓഫ് ഇൻവെസ്റ്റർ ആണ്, ഇതെല്ലാമാണ് KYC ഡോക്യുമെന്റ്സ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. ഈ പറയുന്ന എല്ലാ ഡോക്യുമെന്റ്സും നമ്മുടെ സെൻട്രലൈസ്ഡ് ആയിട്ട് ഗവൺമെന്റ് തന്നെ നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സും സേവ് ചെയ്യുന്ന പ്രോസസ്സാണ് KYC. അതിനെയാണ് സെൻട്രൽ KYC രജിസ്ട്രി എന്ന് വിളിക്കുന്നത്. ഈ സെൻട്രൽ KYC രജിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. ആ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ പേരാണ് Central Registry of Securitization and Asset Reconstruction and Security Interest of India.
ഇത്രയും വലിയ പേരാണ് ഈ ഗവൺമെന്റ് ഓർഗനൈസേഷന്റെ. പലവർക്കും നമുക്ക് അറിയാത്തൊരു കാര്യമാണ്, നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ഗവൺമെന്റ് ഓർഗനൈസേഷനിലാണ് സേവ്ഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിലും യൂണിഫോമിറ്റി ക്രിയേറ്റ് ചെയ്യുക, മണി ലോണ്ടറിംഗ് പ്രൊട്ടക്ട് ചെയ്യുക, പിന്നെ ഓവറോൾ ഒരു സ്റ്റെബിലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ KYC എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഏറ്റവും ബേസിക് പേർപ്പസ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നേരെ ഡെസ്ക്ടോപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഈ കാണുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ KYCയുടെ സ്റ്റേറ്റസ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്, ഏത് വെബ്സൈറ്റിൽ പോയാലാണ് നമ്മളത് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ആക്ടിവിറ്റിയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ KYCയുടെ സ്റ്റേറ്റസ് എന്താണെന്ന് അറിയേണ്ട വെബ്സൈറ്റാണിത്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ cvlkra.com എന്ന് പറയുന്ന വെബ്സൈറ്റാണ് നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുക. ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ്. ഒത്തിരി വെബ്സൈറ്റുകളുണ്ട്. ഇതാണ് CDSL വെഞ്ചേഴ്സിൻ്റെ വളരെ എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു വെബ്സൈറ്റാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഇവിടെ KYC എൻക്വയറി കണ്ടിരുന്നു. ഈ KYC എൻക്വയറി ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. ഇത് ഞാൻ പാൻ കാർഡിൻ്റെ നമ്പർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് പ്രൈവസി മാറ്റേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഇവിടെ ഐ എം നോട്ട് റോബോട്ട് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ. ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടോ നമ്മുടെ പേരെന്താണെന്നും പാൻ കാർഡ് നമ്പർ ഞാൻ ഐഡ് ചെയ്തിരിക്കുകയാണ്, പേരെന്താണെന്നും KYC രജിസ്റ്റേർഡ് ആണോ. ഇപ്പം എൻ്റെ കേസിൽ KYC രജിസ്റ്റേർഡ് ആണ്. ഇത് ഞാൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KYC ചെയ്തിരിക്കുന്ന ഡേറ്റ് 2010 സ്റ്റേറ്റസ് ഡേറ്റ് ആണ് ഇന്നത്തെ ഡേറ്റ് കാണിച്ചിരിക്കുന്നത്. മോഡിഫിക്കേഷൻ ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ IPV എന്ന് പറഞ്ഞാൽ ഇൻ പേഴ്സൺ വെരിഫിക്കേഷനാണ്. ഇൻ പേഴ്സൺ വെരിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇവിടെ കാണും. മോഡിഫിക്കേഷൻ ഡേറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ KYCയുടെ അത് നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്ത് നമ്മുടെ അഡ്രസ് ചേഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ചേഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ചേഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാൻ ചെറിയൊരു മോഡിഫിക്കേഷൻ ചേഞ്ച് നടത്തിയായിരുന്നു 2018. അതാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ KYCയുടെ കറക്റ്റ് സ്റ്റേറ്റസ് നമ്മൾ എൻക്വയറി ചെയ്യേണ്ടത്. ഇത് നിങ്ങൾ എന്തായാലും പോയി നോക്കുക. നമ്മുടെ KYCയുടെ സ്റ്റേറ്റസ് എന്താണെന്ന്, എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇടുക. പെൻഡിങ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ KYC സ്റ്റേറ്റസ് നമ്മുടെ സ്വന്തമായിട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് KYC ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാൾ എന്തൊക്കെ ഡോക്യുമെൻറ്റേഷൻസ് ആണ് കരുതേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് പാൻ കാർഡാണ്. നമുക്ക് ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് നമ്മൾ എന്തായാലും എൻഷുർ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് പാൻ കാർഡ് ഉണ്ടെന്നും ഇപ്പം രണ്ടാമത് നമുക്ക് ആധാർ കാർഡ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത്. കാരണം KYC ഡോക്യുമെൻസിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട രണ്ട് ഡോക്യുമെൻറ്റ്സ് ആണ് പാൻ കാർഡും ആധാർ കാർഡും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ്. നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് വേണ്ടത് നമ്മുടെ ഫോമിനകത്ത്, ആ ഫോമിൻ്റെ ലിങ്ക് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഫോമിനകത്ത് ഒട്ടിക്കാനായിട്ടാണ് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് ആവശ്യം. അപ്പോൾ ഈ 3 ഡോക്യുമെൻറ്റേഷൻസിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ഒരു ക്യാൻസൽ ചെക്ക് ലീഫാണ്. നമ്മൾ ഏത് ബാങ്കായിട്ടാണ് ബാങ്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്യാൻസൽഡ് പ്രൂഫായിട്ട് നമുക്കൊരു ക്യാൻസൽ ചെക്ക് ലീഫാണ് നമുക്ക് KYC പ്രോസസ്സിന് വേണ്ടത്. അപ്പോൾ ഒന്നും കൂടി സമ്മപ്പ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് KYCയുടെ ഫോമാണ്. അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതല്ലാതെ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് KYC പ്രോസസ്സ് ഫിനിഷ് ചെയ്യാനായിട്ട് ആവശ്യം. ഇത്രയും ഡോക്യുമെൻറ്റേഷൻസ് നമ്മുടെ റെസ്പെക്റ്റീവായ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മുടെ അഡ്വൈസറിൻ്റെ അടുത്തോ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തോ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുമ്പ് കണ്ട വെബ്സൈറ്റിനകത്ത് നമ്മുടെ കംപ്ലീറ്റ് KYC ഡീറ്റെയിൽസും ഒരു 5 days ഉള്ളിലാണ് രജിസ്റ്റർ ആവുള്ളൂ. പലതരം ഇൻവെസ്റ്റേഴ്സിന് വേണ്ട ഡോക്യുമെൻറ്റേഷൻസ് പലതരമാണ്. ഇപ്പോൾ ഒരു റെസിഡൻറ്റ് ഇൻഡിവിജ്വൽസിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആയിരിക്കില്ല ഒരു NRIക്ക് വേണ്ടത്, ഒരു NRIക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് ആയിരിക്കില്ല ഒരു കമ്പനിക്ക് വേണ്ടത്. അപ്പോൾ എല്ലാ ഡോക്യുമെൻറ്റ്സും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസും നോക്കിയിട്ട് വേണം നമ്മൾ ഡോക്യുമെൻറ്റേഷൻസ് KYCക്കകത്ത് ചെയ്യാൻ. ഇനി നമ്മൾ KYCക്കകത്ത് കൊടുത്ത ഡോക്യുമെൻറ്റേഷൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ, നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിനകത്തൊരു അപ്ഡേറ്റ് ഉണ്ട്, നമ്മുടെ ഇൻകം കൂടി, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ NRI ആയോ, NRI തിരിച്ച് റെസിഡൻ്റ് ആവോ, അങ്ങനെ എന്തെങ്കിലും ലൈഫ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ KYC മോഡിഫിക്കേഷൻ ഫോം എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്. ആ ഫോം യൂസ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് മോഡിഫൈ ചെയ്ത് നമ്മുടെ സെൻട്രൽ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കണം എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് പ്യുവർലി ഒരു ഫിസിക്കൽ ഫോർമാറ്റിൽ KYC സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഇതിന് കംപ്ലീറ്റ് ആയിട്ടൊരു ഓൺലൈൻ ഫോർമാറ്റ് ഉണ്ട്. ആ ഓൺലൈൻ ഫോർമാറ്റിൻ്റെ കംപ്ലീറ്റ് പ്രോസസ് ഫ്ലോ നമ്മുടെ കയ്യിലൊരു PDF ഡോക്യുമെൻറ്റിലുണ്ട്. അത് നിങ്ങളുടെ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ നിന്ന് പറയുന്നതിനേക്കാളും ആ പ്രോസസ് ഫ്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള PDF ഞങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ ഇടുക. പ്ലീസ് ഷെയർ ദ PDF ഡോക്യുമെൻറ്റ് ഫോർ ഓൺലൈൻ KYC എന്ന് പറഞ്ഞൊരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിനകത്ത് ഇടുക. ഞങ്ങൾ സ്ട്രെയിറ്റ് അവേ നിങ്ങളുടെ മെയിൽ ID യിലേക്ക് അത് അയച്ചു തരും.
ഇനി ഇതിനകത്ത് 2-3 കാര്യങ്ങൾ നമ്മൾ എഡീഷണലി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന്, ഒരു മൈനറിൻ്റെ കേസ് ആണെങ്കിൽ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മൈനറിൻ്റെ കേസിൽ വർക്കൗട്ട് ചെയ്യണത് ആ മൈനറിൻ്റെ പേരൻറ്റിൻ്റെ പേരിലാണ് ശരിക്കും KYC ചെയ്യുന്നത്. ആ മൈനറിൻ്റെ പേര് അണ്ടർ ഗാർഡിയൻഷിപ്പ് പേരൻറ്റിൻ്റെ പേര് എന്നായിരിക്കും നമ്മുടെ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പവർ ഓഫ് അറ്റോർണി കൊടുക്കുന്ന ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഇൻവെസ്റ്ററാണ്, പക്ഷെ ഞാൻ ഈ പവർ ഓഫ് അറ്റോർണി എൻ്റെ ഡിസ്ട്രിബ്യൂട്ടറിന് കൊടുത്തിരിക്കുകയാണ്. എന്ത് നെസസറി ആക്ഷൻ എൻ്റെ മ്യൂച്വൽ ഫണ്ട് ചെയ്യണം എന്നുള്ളത് പവർ ഓഫ് അറ്റോർണി ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അവർക്കും KYC ചെയ്യണം, എനിക്കും KYC ചെയ്യണം. 2 പാർട്ടീസും KYC ചെയ്യണം എന്നുള്ളതാണ് നിർബന്ധമായൊരു കാര്യം. ഇനി KYCയുടെ ഫോംസ് എല്ലാം സബ്മിറ്റ് ചെയ്ത സമയത്ത് എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ മിസ്മാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് ബ്രാഞ്ച് മാനേജറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സിഗ്നേച്ചർ വെരിഫിക്കേഷൻ ഫോം എടുത്ത് അതിനകത്ത് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് സിഗ്നേച്ചർ മിസ്മാച്ച് കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ KYC ചെയ്യുമ്പോഴത്തേക്കും വന്നേക്കാം. അതിന് എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെതായ റെസൊല്യൂഷൻസ് ഉണ്ട്. അത് നിങ്ങൾ റെസ്പെക്റ്റീവായിട്ട് നിങ്ങളുടെ അഡ്വൈസറിൻ്റെ അടുത്തോ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്തോ ബാങ്കറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഈവൻ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ആളുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ KYCനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്തായിരുന്നു. അതിനകത്ത് പല കാര്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് ലെങ്തി വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി എൻഡ് കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളത്. കാരണം മ്യൂച്വൽ ഫണ്ടിൻ്റെ അകത്ത് ഉള്ള ഡീറ്റെയിൽസ് എല്ലാം കവർ ചെയ്യുന്ന ഈ കോഴ്സിൽ KYC എന്ന് പറഞ്ഞ കാര്യം ഇൻക്ലൂഡ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു മിസ്റ്റേക്കായി പോകും. അതുകൊണ്ടാണ് ഇത്രയും ലെങ്തി എടുത്ത് നമ്മൾ മര്യാദയ്ക്ക് KYCയുടെ ഡീറ്റെയിൽസ് ഇൻഡിവിജ്വൽ ന്യൂക്ക് ആൻഡ് കോർണർ ടച്ച് ചെയ്ത് പോയത്. അപ്പോൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ കരുതിക്കോട്ടെ. ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ കൊണ്ടുവരാൻ പോകുന്ന കാര്യം എന്താണ് മ്യൂച്വൽ ഫണ്ട്, എന്തൊക്കെ തരം മ്യൂച്വൽ ഫണ്ട്സ് നമ്മുടെ മാർക്കറ്റിലുണ്ടെന്നുള്ളതാണ് നമ്മുടെ അടുത്ത ആഴ്ച വരാൻ പോകുന്ന കോഴ്സ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ആ വീഡിയോയും ഫുൾ കാണണം. കുറച്ച് ടൈം എടുത്താലും ഫ്രം സ്റ്റാർട്ട് ടിൽ ദി എൻഡ് നിങ്ങൾ കണ്ടേ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു വീഡിയോ കൊണ്ടുവന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.